മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമായ നമ്മുടെ സ്വന്തം ഇരിട്ടിയിൽ ഇതാ വീണ്ടും പുഷ്പങ്ങളുടെ മേളയായ പുഷ്പോത്സവം 2024 ആഗതമായിരിക്കുകയാണ്. മൈത്രി കലാകേന്ദ്രം ഇരിട്ടി അവതരിപ്പിക്കുന്ന ഇരിട്ടി പുഷ്പോത്സവം 2024 ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ ആയിരിക്കും നമ്മുടെ ഈ പുഷ്പോത്സവം ഇവിടെ ഉണ്ടായിരിക്കുക. എല്ലാ കൂട്ടുകാർക്കും കാസിംഭായ് വ്ലോഗ്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്നേഹസ്വാഗതം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പുഷ്പോത്സവ നഗരിയിലേക്ക് യാത്രയായി. ഞങ്ങൾ അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ഇരിട്ടിക്ക് പേരാവൂരിൽ കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്തത്. കൂടെ അളിയനും ഭാര്യയും അവിടുത്തെ 2 മക്കളും പിന്നെ ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ 3 പിള്ളേരുമായിട്ട് ചേർന്ന് ഞങ്ങളൊരു പുഷ്പോത്സവത്തിൽ പോയി. ഒരു വൈകുന്നേര സമയത്തായതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുഷ്പമേളയിൽ എത്തിയപ്പോ തന്നെ ഏകദേശം 5:30-6 മണിയോടെ ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കാണ് ആകെ സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലായിരുന്നു. അവർക്ക് കിട്ടുന്ന വല്ലപ്പോഴും കിട്ടുന്ന ഒരു സന്തോഷമാണ് ഇത്തരം കാഴ്ചകൾ എന്നുള്ളത്. പിന്നെ പൂക്കൾ കണ്ടാൽ കുട്ടികള് പൂക്കളെക്കാട്ടും മേലെ പൂക്കളായി മാറും. പിന്നെ അവരുടെ ആനന്ദമല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തീരുമാനം എടുത്ത് ഞങ്ങൾ ഒന്നിച്ച് അങ്ങ് പോവുമായിരുന്നു കേട്ടോ. പണ്ടത്തൊക്കെ പോലെ ഒന്നല്ല ഇപ്പൊ എല്ലാവർക്കും ഇത്ര ഫെസ്റ്റിവൽ പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാണ്ട് പോയിട്ട് ഇത്തരം കാഴ്ചകളൊക്കെ കാണും. പണ്ടൊക്കെ ഇതിന് പോകുന്നതൊക്കെ എന്തൊക്കെയോ തെറ്റാണെന്നുള്ള ധാരണയായിരുന്നു നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നത്. എന്തായാലും പ്രധാന കവാടത്തിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം കേട്ടോ. വ്യത്യസ്തമായ ഒരുപാട് പൂച്ചെടികൾ തന്നെ നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ നാടൻ ചെടികളും അതുപോലെ തന്നെ വിദേശ ചെടികൾ അടക്കമുള്ളത്. അതിന്റെ ഏറ്റവും ആകർഷണമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഡാലിയാണ്. ഡാലി എവിടെ പോയി കഴിഞ്ഞാലും അതിന്റെ ഒരു ആകർഷണം എന്ന് വെച്ചാൽ വേറെ ലെവലായിരുന്നു കേട്ടോ. പലതരം ഇലച്ചെടികള്, നമ്മുടെ കോളിയാസ് ചെടികള്, അതുപോലെ തന്നെ റോസകള് എല്ലാം ഫ്രണ്ട് പേജിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മുടെ ചീരച്ചെടിയായ ചീരപ്പൂക്കളും ഒരുപാട് നിരനിരയായി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടത്തോടെ വെക്കുമ്പോൾ കാണുന്ന ഒരു സുഖം വേറെയാണ്. അതിനിടെ ഇവര് ഭയങ്കര കമന്റ് വന്നു, ഓ ഇത് നമ്മൾ വെക്കുന്നുണ്ട്, ഇത് നമ്മൾ ആ തൊടിയിലുണ്ട്, ഈടെയുണ്ട്, ആടെയുണ്ട്. പക്ഷെ ഏടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കാര്യം അത് ഇവിടെ വന്ന് കാണുമ്പോൾ ഈ ലെവലിൽ കാണുമ്പോൾ അതിന്റെ മനോഹാരിത എന്ന് പറയുന്നത് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് നമ്മുടെ പറമ്പിലും തൊടിയിലൊക്കെ കാണുന്ന സാധാരണപ്പെട്ട ചെടികളൊക്കെ തന്നെയാണെങ്കിലും അത് കൂട്ടത്തോടു കൂടി അലങ്കാരമായിട്ട് വെച്ചിട്ട് കാണുമ്പോൾ തന്നെ വേറെ രസമായിരുന്നു. ഞങ്ങളുടെ ഒരു കുഞ്ഞി പെണ്ണുണ്ട് കേട്ടോ, അളിയന്റെ മോള്, 2ാമത്തെ മോളാണ്. അവള് ഇതെല്ലാം കൂടി കണ്ടിട്ട് അവക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അവൾ എന്തൊക്കെ ചെയ്യേണ്ടതല്ല, അവക്ക് പൂ പറിക്കണം, പൂ പറിച്ചിട്ട് ഓടണം, ഒന്നും പറയണ്ട. പ്രധാന ആകർഷണം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ തന്നെയായിരുന്നു കേട്ടോ. നല്ല ഉയരത്തിലും നല്ല ഹൈറ്റിലും ആയിട്ട് നല്ല കൊമ്പം വയറും ഒക്കെ ആയിട്ട് നമ്മുടെ അപ്പൂപ്പൻ നമ്മുടെ മാടി വിളിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ പ്രധാനപ്പെട്ട കവാടങ്ങളെല്ലാം കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ടേ കാര്യമുള്ളായിരുന്നു. കൂടെ തന്നെ ഒരു മത്സ്യകന്യകം ഈ പ്രാവശ്യം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും കൊണ്ട് ആകെ മേളയായിരുന്നു. നമ്മുടെ ചെണ്ടുമല്ലി തന്നെയായിരുന്നു ഏറെ ആകർഷത്വം എനിക്ക് തോന്നിയത്. കൂടാതെ നല്ല രീതിയിൽ നമ്മുടെ ജലം എന്താ പറയാ, അതിന് പറയുന്നത് എന്താ, ജലം ഇങ്ങനെ മേലോട്ട് തുള്ളിച്ചാടിക്കൊണ്ട് നൃത്തം ചവിട്ടിക്കൊണ്ട് തന്നെ ആടുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് കുറച്ച് ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം എൻട്രി എത്തിയപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് അവരെ ചെറിയൊരു ഊഞ്ഞാലുണ്ട്. കുട്ടികളെല്ലാം ആട്ടിയതിനു ശേഷം ദാ കാസിംഭായി ഇരുന്നത് കുറച്ച് ആടി. അതും എന്റെ മോള് വീഡിയോ എടുത്തു. ആഹാ, എന്ത് സുഖം. അങ്ങനെ പ്രധാന കവാടത്തിലെ പുഷ്പ പ്രദർശനം എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് പിന്നെ ഒരുപാട് സ്റ്റാളുകളാണ് നമ്മൾ വലിക്കുന്നത്. ഫസ്റ്റത്തെ സ്റ്റാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാണയങ്ങളെ കുറിച്ചുള്ള ഒരു അറിയിപ്പും ആയിരുന്നു. ഇത് വിദേശ നാണയങ്ങളെ കുറിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള സ്റ്റാളായിരുന്നു കേട്ടോ. 2ാമത്തെ സ്റ്റാളായിരുന്നു ഇത്. ലഹരിക്കെതിരെ ഒപ്പുമരം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലഹരിക്കെതിരെ ഉള്ളൊരു തീരുമാനം എടുക്കുന്നവര് എന്തായാലും അത് അവിടെ ഒരു കളർ വെച്ചിട്ടുണ്ട്. ആ കളറിൽ നമ്മൾ കൈ കുത്തിയിട്ട് ആ ഉപ്പ് മരത്തിൽ കൊണ്ടുപോയിട്ട് ഒരു ഉപ്പ് ഇടണം കേട്ടോ. അങ്ങനെ അതും ഇട്ടു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് ചെറിയ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട് കഴിഞ്ഞാൽ നറുക്കെടുപ്പിൽ നമുക്ക് സമ്മാനമുണ്ട്. അങ്ങനെ ഓരോ സ്റ്റാളും കണ്ടുവരുന്നപ്പോഴായിരുന്നു നമ്മുടെ നൊസ്റ്റാൾജിയ മിഠായിയുടെ സ്റ്റാളിലെത്തിയത്.
ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും പറയേണ്ടത്, പിള്ളേരെ ബഹളം. അങ്ങനെ അലീന ഒരുപാട് മിഠായികളൊക്കെ മേടിച്ച് പിള്ളേർക്ക് കൊടുത്തു. പിന്നെ നമ്മുടെ പഴയകാല മിഠായികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, കടിച്ചാപ്പൊട്ടിയും കുറിമൊട്ടായും അങ്ങനെ. പിന്നീട് ഇങ്ങനെ ഓരോ സ്റ്റാള് കണ്ടുവരുമ്പോഴായിരുന്നു ബാഗിന്റെ കട കണ്ടേ. അപ്പൊ ബാഗ് കടയിൽ നിന്ന് കെട്ടിയൊക്കെ ഒരു ബാഗ് വേണമെന്നുണ്ട്, അവക്കൊരു ബാഗും മേടിച്ചു. അങ്ങനെ സ്റ്റാളുകളെല്ലാം പിന്നിട്ട് ഞങ്ങള് നേരെ എടുത്തത് ഫുഡ് കോർട്ടിലാട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇവർക്ക് എല്ലാവർക്കും വിശന്നു. പിന്നെ എല്ലാവരും ഓരോ ചായയും അതുപോലെ തന്നെ കോളിഫ്ലവർ പൊരിച്ചതും. ഞാൻ കോളിഫ്ലവർ കഴിച്ചില്ല, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സംഭവം. ഞങ്ങള് മുളക് ബജിയും കഴിച്ചു. അങ്ങനെ അതും കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു പിന്നെ ഇവിടെ ബാക്കിയുള്ള വിൽപ്പന മേള കണ്ടത്. റോസച്ചെടികള്, പല തരത്തിലുള്ള മാവ്, തെങ്ങ്, പേരയ്ക്ക എന്ന് വേണ്ട എല്ലാ തരം തൈകളും നമുക്ക് വീട്ടാവശ്യമുള്ള എല്ലാ സാധനവും വിൽക്കുന്ന ഒരുപാട് തൈകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എത്തിയപ്പോഴായിരുന്നു കുട്ടികളുടെ ബഹളം ഒന്നും പറയണ്ട. പല രീതിയിലുള്ള ട്രെയിനുകള്, അതുപോലെ ആകാശത്തൊട്ടില്, അങ്ങനെ ഒരുപാട് അമ്യൂസ്മെന്റ് പാർക്കിൽ കാണുന്ന കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റിയ ട്രെയിനകത്താണ് ഞങ്ങൾ കയറിയത്. അലീന ഒഴിച്ച് ഷെമീർ ഒഴിച്ച് ഞങ്ങൾ എല്ലാവരും കയറിട്ടോ. ഞാനും വൈഫും പിള്ളേരും ലത്തീഫയും പിള്ളേരും എല്ലാവരും ഇതിനകത്ത് കയറിട്ടോ. ഒരാൾക്ക് 80 രൂപ റേറ്റ് ആണ്. പക്ഷെ പണ്ട് ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു രസം, ഒരു ട്രെയിനിൽ പോകുന്ന പോലെ കുറച്ച് നേരം ഇങ്ങനെ അതിങ്ങനെ വട്ടം കറങ്ങും കേട്ടോ. പക്ഷെ ഭയങ്കര രസമായിരുന്നു. പിള്ളേരൊക്കെ എനിക്ക് പൂക്കലും ബഹളമൊക്കെ ആയിരുന്നു. ഇതിനകത്താകുമ്പോൾ നമുക്ക് പിള്ളേരെ സേഫായിട്ട് നമ്മളെ കൂടി ഇരുത്തും ചെയ്യാം, മറ്റൊരു ഒറ്റയ്ക്ക് വിടും വേണ്ട. ആകാശത്തോട്ടിൽ കയറണമെന്ന് കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സത്യത്തില് ഇത്തിരി പേടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറെ പേര് ഞാനില്ല അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ആരും അതിന് കയറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സാധനത്തിലൊന്നും ഞാൻ കയറാറില്ല. എനിക്ക് പേടി മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഒമിറ്റ് ചെയ്യാനുള്ളൊരു സംഭവം കൂടി വരുന്നതുകൊണ്ട് ഞാൻ കയറിയില്ല. അവസാനത്തെ റൈഡിന് ഇതിനകത്ത് ചിപ്പും പൊന്നും കയറി ആർത്തുല്ലസിച്ച് ഭയങ്കര രസകരമാക്കിട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇനിയും കാസിം ഭായി വ്ലോഗ്സ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവരോടും ടാറ്റാ.